ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ആനന്ദാണെങ്കിൽ കാത്തിരുന്ന ആയിരയെ വലകി വീണിരിക്കുകയാണ്. ഉദയഫാന് മോഷ്ടിക്കുന്നത് കൈയോടെ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ആനന്ദ്. അപ്പോൾ ഇന്നാണെങ്കിൽ 5000 രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത്. ദേവി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും നോക്കിയിട്ട് 5000 രൂപ കാണുന്നില്ല കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയത്ത് ബാലൻ പറയുന്നത്. പിന്നെ എങ്ങാനും നോക്കി ദേവി മോളെ നീ ആ കണക്കെടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ ദേവി പറയേണ്ട ഇല്ല അച്ഛാ 5000 രൂപ കണക്ക് ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അത് സാരമില്ല പിന്നെ നോക്കാം എന്ന് പറയുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, അച്ഛാ ഒരു 5000 രൂപ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പറ്റും, അല്ലാതെ എന്തായാലും മോഷ്ടിക്കപ്പെട്ടതാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് കേൾക്കുന്ന ഗോമതി പറയേണ്ടേടാ നീ എന്തൊക്കെയാണ് പറയണേ, പണം മോഷ്ടിച്ചു എന്നോ ബാലേട്ടായി ഇവരെന്തൊക്കെയാണ് പറയണത്, ആരും മോഷ്ടിക്കാതെ വെറുതെ ഒരു തുക ഒരിതും പറയല്ലേ. ഇതുപോലെയൊക്കെ മുമ്പ് ഒരു ദിവസം പറഞ്ഞിട്ട് അവിടെ നമ്മുടെ ധർമ്മമാൻ ഇറങ്ങിപ്പോയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനത്തെ ഒരു വർത്തമാനം പറയില്ലേ. അത് 5000 രൂപയുടെ കണക്കിൽ തെറ്റിയത് എങ്ങാനായിരിക്കാം മോളെ, അതൊന്ന് വിട്ട് കളയാനിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ആരാണ് പറയണ്ടേ അമ്മ, ഇതെങ്ങാനും വിട്ടുകളയാൻ പറ്റില്ല, ഒരു കേസ് അല്ല. ഇന്നലെ നാളെ 2000 രൂപ പോയി, പിന്നെ 25000 രൂപ പോയി, ഇപ്പം 5000 രൂപ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കടയിൽ ഒരു മാസം 1,00,000 രൂപയോളം വരുമാനം നഷ്ടമാകുമെന്ന് പറയാണ് ബാലൻ. ആനന്ദ് പറഞ്ഞതിലും കാര്യമുണ്ട്, അങ്ങനെ പൈസ പോകുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് അറിഞ്ഞേ പറ്റൂ എന്ന് അപ്പോൾ പറയുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, അത് ഓർത്തിട്ട് അച്ഛൻ ഒന്നും ടെൻഷൻ ആവണ്ട, നിങ്ങൾ ആരും അറിയാതെ ഞാൻ കടയിൽ ഒരു ചെറിയൊരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാമറയോ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ അതേ അച്ഛ, കാരണം ഇങ്ങനെ പൈസ മോഷണം പോകുന്നത് എനിക്ക് നന്നായിട്ടറിയാം. അപ്പം മോഷ്ടിച്ച ആളെ കൈയോടെ പിടിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനന്ദം പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി ആകാശിൻ്റെ മുഖത്തേക്ക് നോക്കുക കേട്ടോ. അയ്യോ മീനു, നീ എന്തിനാ എന്നെ നോക്കുന്നത്, ഞാൻ പൈസ മോഷ്ടിച്ചില്ല, വെറുതെ ഒന്നും പറയല്ലേ, ഇവൻ ക്യാമറ പിടിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, ക്യാമറ കാണാൻ ആരാണെന്ന് അതാ ക്യാമറയിൽ കാണാമെന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ അനു നമ്മുടെ ദേവിയൊക്കെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു മറിച്ച് നോക്കണ്ടേ, എല്ലാവരും കൂടുന്നുണ്ട് കേട്ടോ, കണക്കിൽ തെറ്റുണ്ടല്ലോ. അപ്പം അതാവുമ്പോൾ ദേവിക്കാണെങ്കിൽ ഭയങ്കര വിഷമം, ആരാണെന്ന് കണ്ടുപിടിക്കാം. അല്ല ദേവി, അതെ എന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം ഉണ്ടായിരുന്നു, വീക്കെൻഡ് ആയിരുന്നുകൊണ്ട് നല്ല കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു 5000 രൂപ മോഷണം പോയാൽ അറിയില്ലെന്ന ഒരു കള്ളൻ വിചാരിച്ചിട്ടാണ് അവിടെ വന്ന് മോഷ്ടിച്ചത്. അപ്പോൾ ആദ്യം 2-3 പ്രാവശ്യം മോഷ്ടിച്ചു, മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പോഴും മോഷ്ടിച്ചു. അപ്പോൾ കള്ളൻ ധൈര്യമായി ഇനി മോഷ്ടിച്ചാലും പിടിക്കപ്പെടില്ലെന്ന്. അപ്പോൾ അതിൻ്റെ വലിച്ചു വാരി പൈസ എടുത്തിട്ട് 1000 രൂപ എന്ന് പുള്ളിക്കാരൻ അറിഞ്ഞില്ല. അത് ആരാണെന്ന് ഞാൻ ഇനി പറയാൻ വേണ്ടി പോണത്. എടാ നീ കുറേ നേരമായി പറയൂ എന്ന് പറയൂ, ആരാ പറയടാ, കുറേ നേരമായി അവൻ പറയണ്ടല്ലോ, തെളിവോടുകൂടി വേണം പറയാനായിട്ട് എന്ന് ഗോമതി പറയാൻ കേട്ടോ. അതേ തെളിവൊക്കെ ഉണ്ട്, ആ പൈസ മോഷ്ടിച്ചത് വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന സാക്ഷാൽ ദേവിയുടെ അച്ഛൻ ഉദയഫാനുമാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അനുവിനും ആകാശും അതുപോലെ തന്നെ ആര്യനും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവരവിടെ നിന്ന് എഴുന്നേൽക്കുക, ചേട്ടാ അതേ അനാവശ്യം പറയില്ല, ദേവിയടുത്തേക്ക് വിഷമാവും കേട്ടോ, ചേട്ടൻ ദേവിയടുത്ത് എന്താ ദേഷ്യം ഉണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ എന്ന് ആര്യം ചോദിക്കുമ്പോൾ, അയ്യോ എനിക്ക് നിൻ്റെ ദേവിയുടെ അടുത്തടുത്ത് ഒരു ദേഷ്യമില്ല, പക്ഷെ കള്ളം കാണിച്ചാൽ അത് കള്ളമാണെന്ന് പറയണ്ടേ. അത് കേൾക്കുമ്പോഴേക്കും മീനാക്ഷി പറയണ്ട, ആനന്ദേട്ടാ വെറുതെ ദേവിയടുത്ത് ദൈവത്തിൻ്റെ വീട്ടിൽ കുറ്റം പറയില്ലേ, ഉദയഭാനു സാർ അങ്ങനെ പൈസ മോഷ്ടിക്കേണ്ട ഒരു കാര്യമില്ല, അദ്ദേഹം ലക്ഷ്യപ്രൂഫല്ലേ, പിന്നെ അല്ലേ നമ്മുടെ കടയിൽ നിന്ന് ഒരു 5000 രൂപ എടുക്കാൻ പോകുന്നത്, വെറുതെ ഇരിക്കുകയാണ് ചേട്ടാ, അങ്ങനെയൊന്നും പറയില്ലേ, ദേവിയുടെ അടുത്ത് ദേവിയുടെ ഒന്നും കാര്യമില്ല, എടുക്കണം കേട്ടോ, ദേവിയുടെ അകത്ത് കയറിപ്പോ എന്ന് പറയണം. അയ്യോ ദേവി പോകല്ലേ പറഞ്ഞ് കാര്യം പൂർത്തിയാകട്ടെ മീനു, ഞാൻ പറഞ്ഞു വരുന്നത് തുടങ്ങിയേ ഉള്ളൂ. അപ്പോഴേക്കും ഗോമതി വരുന്നുണ്ട്. ആനന്ദ് നിർത്താൻ മതി, ഇനി ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം,
ബാലേട്ടാ ഇവരോടൊന്ന് പറഞ്ഞ് ഈ സംസാരം നിർത്താനായിട്ട്. എടാ മോനെ ആനന്ദേ, നീ പറയുന്നുണ്ട്. ആനന്ദേ, വേറൊന്നുമല്ല, പൈസ മോഷ്ടിച്ചത് ഉദയഭാനുവാണ് കള്ളൻ. ഉദയഭാനു ചതിയൻ. ഉദയഭാനു കള്ളത്തിന് മാത്രം കള്ളം മാത്രം ചെയ്യുന്നവൻ എന്നൊക്കെ പറയാട്ടോ. ദേവി പെട്ടെന്ന് പൊട്ടിക്കരയാട്ടോ. അത് കാണുമ്പോഴേക്കും ഗോമതി വേഗം വരുന്നുണ്ട്. വന്നതിന് ശേഷം ആനന്ദ് മുഖത്തേക്ക് ഒരടി അങ്ങ് വെച്ച് കൊടുക്കാട്ടോ. ദേ കുറേ നേരമായി ക്ഷമിക്കുന്നു, വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക നീ. എടാ നിർത്ത്. ദേ മക്കളെ, നിങ്ങൾ ആരും ഭക്ഷണം കഴിച്ചേ, എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ചേന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പറയണ്ട. അമ്മേ, അച്ഛാ, ഞാൻ തെളിവ് കാണിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുമല്ലോ അല്ലേ എന്ന് പറയുമ്പോഴേക്കും ആ തെളിവ് കാണിക്കുക. അല്ല ഏട്ടാ, അത്രയ്ക്കും പറയുന്നുണ്ടല്ലോ, എന്നാൽ തെളിവ് കാണിക്കുക എന്ന് ആകാശ് പറയുകയാണ്. നമുക്ക് കാണണമല്ലോ ചേട്ടാ, ഇത്രയും ധൈര്യത്തോടെ പറയണമെങ്കിൽ എന്താ കാരണം എന്ന് കാണിക്കുക എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ദേവി കാര്യം മനസ്സിലായിട്ടോ. ഉദയഭാനു തന്നെയാണ്. ദേവി വേഗം അകത്ത് കയറി പോയിട്ട് കട്ടിലിൽ പോയി പൊട്ടിക്കരയാട്ട. കാരണം എന്താ നടക്കാൻ പോകുന്നതെന്ന് ദേവിക്ക് മനസ്സിലാക്കാൻ കുടുംബത്തോടുകൂടെ കള്ളനെന്ന് പറയാട്ടോ. ദേവി കള്ളത്തരങ്ങൾ പറയുമ്പോൾ ദേവീനെ ചവിട്ടി പുറത്താക്കുക, ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ദേവിക്ക് നന്നായിട്ട് പേടിച്ച് വിറച്ച് ഇങ്ങനെ കട്ടിൽ മുകളിൽ നിന്ന് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാട്ടോ. അങ്ങനെ ആനന്ദ് ആ കയ്യിലുള്ള ആ ഫോണിൻ്റെ വീഡിയോ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാം. ഉദയഭാനു പൈസ മോഷ്ടിക്കുന്നത് കറക്റ്റായിട്ട് കാണാം കേട്ടോ. അപ്പോഴേക്കും അത് കണ്ടിട്ട് നമ്മൾ ഗോമതി ഉദയഭാനു സാർ അങ്ങനെ എടുത്തത് തന്നെ ഇരിക്കട്ടെ, അത് മോഷണമൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലും ആവശ്യം വന്നപ്പോൾ എടുത്തതായിരിക്കും ചിലപ്പോൾ. ദേവിയോട് പറഞ്ഞിട്ടായിരിക്കും എടുത്തത്. ദൈവമേ, അത് മൈൻഡ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഉദയഭാനു സാർ കാർഡിൻ്റെ പണിയല്ലേ ഉള്ളത്, ക്രെഡിറ്റ് കാർഡോ എന്തെങ്കിലും ഡെബിറ്റ് കാർഡോ എന്തോ പൈസയായിട്ട് കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ല ചില്ലറ എടുത്തതായിരിക്കും എന്ന് ഗോമതി അപ്പോഴേക്കും മാറ്റി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആനന്ദ് പറയുന്നു, ഓ അമ്മയാണ്, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. മരുമകളെയും മരുമകളുടെ വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കള്ളത്തരം കാണിച്ചാലും എന്ത് ചെറ്റത്തരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയാണ് എൻ്റെ അമ്മ എന്ന് കണ്ടിട്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഈ പൈസ ക്യാഷിലായിട്ട് എടുത്ത ഇതങ്ങനെയൊന്നും അല്ല, ഇത് മോഷ്ടിച്ചതാണ്. അയാളുടെ മുഖം നോക്കുക, പിന്നെ തിരികെ പോക്കറ്റിൽ വെക്കണം നോക്കുക. എല്ലാം ക്ലിയറായിട്ട് ഇയാൾ ഇപ്പോൾ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല, കുറേ നാളുകളായിട്ട്. പക്ഷെ കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ കിട്ടിയില്ല. അപ്പോൾ ഇന്നാണ് ഈ വീഡിയോ എനിക്ക് കിട്ടിയത്. അച്ഛൻ മനസ്സിലായോ? ഇനി അച്ഛൻ മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. എല്ലാവർക്കുമായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആനന്ദ് പറയാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉദയഭാനു ഒരു കോടീശ്വരനൊന്നുമല്ല, അയാൾ ഒരു ദരിദ്രവാസിയാണ്, മറ്റുള്ളവരെ പറ്റിച്ച് തിന്നുന്ന ഒരു ദരിദ്രവാസി എന്ന് പറയാണ്. അതേ ആനന്ദെ, കുറേ നേരം എൻ്റെ ക്ഷമിക്കണു എന്ന് ബാലൻ പറയാട്ടോ. ഇത്രയും നേരം പറയുന്നതൊക്കെ കേട്ടിരുന്നു, ഇനി എനിക്ക് കേട്ടിരിക്കാൻ പറ്റില്ല. അതേ നിനക്ക് ദേവിമോളുടെ വീട്ടുകാരോടും ഭയങ്കര ദേഷ്യമുണ്ട്. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ ദേവിമോൾ കാരണമാണെന്ന് നീ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നീ പല കാരണങ്ങളും പറഞ്ഞ് ആ പെൺകുട്ടിയോട് ഒന്ന് പറഞ്ഞേക്കാൻ വേണ്ടി നോക്കുകയാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ബാലൻ പറയുമ്പോൾ, എൻ്റെ അച്ഛ ഇത്രയും വലിയ തെളിവ് കാണിച്ചിട്ട് അച്ഛന് സംശയം മാറിയില്ലേ? അച്ഛൻ ഒരു കാര്യം ചെയ്യുക, നേരെ ഉദയഭാനുവിനോട് ആ വീടിൻ്റെ പരിസരത്തെ ഒന്ന് പോയി അന്വേഷിക്കുക, ആളുടെ ഫോട്ടോ കാണിച്ച. അപ്പോൾ അയാൾ പറയും ഇത് തരികിട ഉദയഭാനു ആണെന്ന്. ഈ നാട്ടിൽ ഇയാൾ അറിയപ്പെടുന്നത് തരികിട ഉദയഭാനു എന്നാണ് അച്ഛ. പിന്നെ അച്ഛൻ്റെ ഇതിനു വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ പറഞ്ഞു പോയ ദേവി ഉണ്ടല്ലോ, ഇപ്പോൾ കരഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഓടിപ്പോയ ദേവി, ഉദയഭാനു സാറിൻ്റെ മൂത്ത മകൾ. അവളെന്താ പഠിച്ചത് എന്ന് പറഞ്ഞ എം എ ഇംഗ്ലീഷ്. അവൾ എം എ ഇംഗ്ലീഷ് പോയിട്ട് 10ാം ക്ലാസ് ജയിച്ചു പോലുമില്ല അച്ഛ. പിന്നെ അവൾക്ക് എത്ര വയസ്സുണ്ടെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞത് 28 വയസ്സാണ്. അവൾക്ക് 31 വയസ്സുണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എന്നേക്കാളും ഒരു വയസ്സ് മൂത്തത് അവൾ എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഷോക്കാവുക കേട്ടോ. അപ്പോഴേക്കും ഗോമതിക്ക് ദേഷ്യം വീണ്ടും. ഗോമതി വേഗം ദേവി അടുത്തേക്ക് പോവാണ്. മോളെ സത്യം പറ, ഈ ആനന്ദ് പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ? അവൻ എൻ്റെ മോനാണ്, അവൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല, പറയില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഈ സമയത്ത് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. നീ പറയുന്നത് എന്താണോ അതേ ഞാൻ വിശ്വസിക്കുള്ളൂ. അവൻ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ നീ പറയണം, അവൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് നീ പറയുകയാണെങ്കിൽ അവൻ എന്ത് തെളിവ് കാണിച്ചോട്ടെ, അവന് വീഡിയോ കാണിച്ചോട്ടെ, ഫോൺ കാണിച്ചോട്ടെ, എന്ത് തെളിവ് കാണിച്ചാലും ഞാൻ വിശ്വസിക്കില്ല.
എൻ്റെ മോള് പറയണം അവൻ പറഞ്ഞതൊക്കെ നുണയാണോ എന്ന്. എൻ്റെ മോൾ പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം എന്ന് ഗോമതി പറയണം. അത് കേൾക്കുന്ന ദേവി പൊട്ടിക്കരയാട്ടോ. അമ്മേ തെറ്റ് പറ്റിപ്പോയി, അമ്മേ തെറ്റ് പറ്റിപ്പോയി, അതേ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് പറയുമ്പോഴേക്കും ഗോമതി ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോവാട്ടോ. പിന്നീട് ഗോമതി അവിടെ നിന്ന് ടെൻഷനായിട്ട് ആലോചിക്കാൻ പോലും ഗോമതി വേഗം റൂമിലേക്ക് പോയിട്ട് പൊട്ടിക്കരയാണ്. ബാലിനു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആനന്ദ് ബാലിനോട് പറയാം, അച്ഛാ ഇത്രയൊക്കെ ചതി കാണിച്ചിട്ട് നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന ഇവളെ ഇനി ഇവിടെ മരുമകളായിട്ട് ആവശ്യമുണ്ടോ അച്ഛാ? അവൾ പറഞ്ഞ അച്ഛ എന്ന് പറയാണ്. ഞാൻ ആലോചിക്കട്ടെ, എന്തായാലും അയാളെ ഒന്ന് വിളിക്കാം. ആ ഉദയഭാനു എന്തായാലും നടന്ന സംഭവങ്ങൾ അയാൾക്ക് ചോദിച്ച് മനസ്സിലാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഉദയഭാനുവിനെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ വേറെ രീതിയിൽ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്, വേറൊരു കുറച്ച് സംഭവങ്ങൾ സന്തോഷ വാർത്ത പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചു വരുത്തുന്നത്. ഉദയഭാനുവും ശ്രീകലയും വരുത്തുന്നു കേട്ടോ. ഈ വീഡിയോ കാണിച്ചിട്ട് കാര്യം ചോദിച്ച് മനസ്സിലാക്കാനാണ് ബാലൻ്റെ ഉദ്ദേശം. അങ്ങനെ ഉദയഭാനുവും ശ്രീകലയും വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരും ബബ്ബെ അടിക്കുക കേട്ടോ. അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ദേവിനെയും ഉദയഭാനു സാറിനെയും നമ്മുടെ ശ്രീകളെയും കൂടെ പറഞ്ഞയക്കുക ഭാഗമാണ് നമ്മൾ ഇനി വരുന്ന ആഴ്ചയിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടക്കി ആനന്ദ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന ആഴ്ചകളിൽ ഇതൊക്കെയാണ് കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.